എനിക്ക് ഇപ്പം തന്നെ ഐസ്ക്രീം വേണം. മോക്ക് ഇപ്പൊ തന്നെ ഐസ്ക്രീം വേണോ? മഴ കഴിഞ്ഞിട്ട് വെയിൽ വരുന്ന സമയത്ത് എല്ലാ കുഞ്ഞുങ്ങൾക്കും ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹം തോന്നാറുണ്ടല്ലേ? പക്ഷേ 2 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഐസ്ക്രീം കൊടുക്കുന്നത് വളരെ ശ്രദ്ധയോടെ തന്നെ വേണം. ഈ ഒരു അവസരത്തില് കുഞ്ഞുങ്ങളുടെ ജഠരാഗ്നി അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് ഫയർ ഡെവലപ്പിംഗ് സ്റ്റേജിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ തണുത്ത ഭക്ഷണം ഈ സമയത്ത് കുഞ്ഞുങ്ങൾ കഴിച്ചാൽ അത് കുഞ്ഞുങ്ങൾക്ക് വിശപ്പില്ലായ്മ, ദഹനക്കുറവ്, ഗ്യാസ്, ബ്ലോട്ടിംഗ് തുടങ്ങിയവയൊക്കെ കാരണമാകും. സിന്തറ്റിക് കളേഴ്സ് ഉണ്ട്, ടാട്രാസിൻ, സൺസെറ്റ് യെല്ലോ, ബ്രില്യൻ ബ്ലൂ തുടങ്ങിയവയൊക്കെ. ഇത് കുഞ്ഞുങ്ങളിൽ റാഷസ്, ഇച്ചിങ് മുതലായ അലർജിക് റിയാക്ഷൻസ് ഉണ്ടാക്കുന്നുണ്ട്. മാത്രമല്ല കുഞ്ഞുങ്ങളിൽ തന്നെ ഇറിറ്റബിലിറ്റി, റെസ്റ്റ്ലെസ്നെസ്, ഹൈപ്പർ ആക്ടിവിറ്റി മുതലായ ബിഹേവിയറൽ ഇഷ്യൂസും കുഞ്ഞുങ്ങളിൽ കാണിക്കുന്നുണ്ടെന്നാണ് പല പഠനങ്ങളും പറയുന്നത്. ഐസ്ക്രീമിൽ യൂസ് ചെയ്യുന്ന ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സ് ആയിട്ടുള്ള വാനിലിൻ പോലെയുള്ളവ കുഞ്ഞുങ്ങളിൽ ന്യൂറോളജിക്കലും ബിഹേവിയറിലും ഇമോഷണലുമായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാക്കുന്നുണ്ടെന്നും പല പഠനങ്ങളും പറയുന്നുണ്ട്. ഐസ്ക്രീമിന്റെ ടെക്സ്ചറും ഷെൽഫ് ലൈഫും ഒക്കെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള പ്രിസർവേറ്റീവ്സും എമൾസിഫയേഴ്സും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് കുഞ്ഞുങ്ങളുടെ ഹെൽത്തി ഗട്ട് ബാക്ടീരിയനെയാണ് അഫക്ട് ചെയ്യുന്നത്. ഇത് കാരണം കുഞ്ഞുങ്ങൾക്ക് വയറുവേദന, ലൂസ് സ്റ്റൂൾസ് എന്നിവയൊക്കെ ഉണ്ടാകും. ഐസ്ക്രീമിൽ യൂസ് ചെയ്യുന്ന റിഫൈൻഡ് ഷുഗർ കുഞ്ഞുങ്ങളിൽ ഒബിസിറ്റി, ഹാർട്ട് ഡിസീസ്, ഡെന്റൽ കാരീസ് എന്നിവയ്ക്കും കാരണമാവുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് വളരെ നാച്ചുറൽ ആയിട്ട് ഹോം മെയ്ഡ് ഐസ്ക്രീം തന്നെ കൊടുക്കാവുന്നതാണ്. ഇതിനു വേണ്ടിയിട്ട് നമ്മുടെ വീടുകളിൽ കിട്ടുന്ന ഫ്രൂട്ട്സിന്റെ പൾപ്പ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. മാത്രമല്ല ഇതിന് നമുക്ക് മധുരം കൊടുക്കാൻ വേണ്ടിയിട്ട് ഡേറ്റ്സ്, ശർക്കര, തേൻ എന്നിവയും യൂസ് ചെയ്യാം.